പ്രിയ ഉദ്യോഗാർത്ഥികളെ, അതീവ സന്തോഷമുള്ളൊരു വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രമുഖ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്ലറിക്കൽ തസ്തികകളിലേക്ക് 13,735 വേക്കൻസിക്ക് വിളിച്ചിരിക്കുന്നു. കേരളത്തിലെ വേക്കൻസി ഈ സമീപകാലത്തുള്ള ഇതിൽ ഏറ്റവും വലിയ വേക്കൻസിയാണ്. 426 വേക്കൻസിയാണ് കേരളത്തിലുള്ളത്. സമീപത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട്ടിൽ 336 വേക്കൻസി. ഈ സമീപകാലത്തൊന്നും 426 വേക്കൻസിക്ക് കേരളത്തിൽ ഒരു ബാങ്കും വിളിച്ചിട്ടില്ല. നിങ്ങൾക്കൊരു വൻ അവസരമാണ്. നന്നായി പഠിക്കുകയാണെങ്കിൽ 2025 ഏപ്രിൽ മാസത്തിനുള്ളിൽ ഒരു ജോലി കരസ്ഥമാക്കാനുള്ള സുവർണ അവസരമാണ്. നല്ലതുപോലെ ഈ അവസരം വിനിയോഗിച്ച് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്വപ്ന ജോലി കരസ്ഥമാക്കുക. നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. പ്രിലിമിനറിയും മെയിൻസും 2 പരീക്ഷകളാണുള്ളത്. നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് പ്രിലിമിനറിക്കാണ്. പ്രിലിമിനറി പാസ്സാവുകയാണെങ്കിൽ മെയിൻസ് പരീക്ഷ ഉണ്ടാകും. ഇൻ്റർവ്യൂ ഇല്ല. അപ്പോൾ ഒരു റിട്ടൺ ടെസ്റ്റിലൂടെ മാത്രം നിങ്ങൾക്ക് ജോലി കരസ്ഥമാക്കാനുള്ള ഒരു സുവർണ അവസരമാണ്. ക്ലറിക്കൽ തസ്തികകളിലേക്ക് ഇൻ്റർവ്യൂ ഇല്ല. ധാരാളം പ്രൊമോഷൻ ചാൻസുകളാണുള്ളത്. അതുകൊണ്ട് ഈ അവസരം പരിപൂർണമായി വിനിയോഗിക്കുക. 2025 ഫെബ്രുവരി മാസത്തിലാണ് പ്രിലിംസ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് തീർത്തും 2 മാസത്തിന് പുറത്ത് സമയം കിട്ടാൻ കഴിയും. അത് ധാരാളം മതിയാകും ഈ പ്രിലിംസ് എക്സാം പാസ്സാവാൻ. അതിനോടൊപ്പം തന്നെ മെയിൻസിൻ്റെ പരീക്ഷയും കൂടെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അവസരം ഇനി പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് പോലും ഉപയോഗിച്ച് വിജയത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. കേരളത്തിലെ വേക്കൻസി പറഞ്ഞല്ലോ, 426 വേക്കൻസിയാണുള്ളത്. ജനറൽ കാറ്റഗറിയിൽ 223 വേക്കൻസി, OBC 115 വേക്കൻസി, ഷെഡ്യൂൾ കാസ്റ്റ് 42, ഷെഡ്യൂൾ ട്രൈബ് 4 വേക്കൻസീസ്. ഇങ്ങനെ ടോട്ടൽ 426 വേക്കൻസിയാണ് ഉള്ളത്. നന്നായി പ്രവർത്തിക്കുക. ഇനി പരീക്ഷകളെക്കുറിച്ച് പറയാം. എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഏജിൻ്റെ ലിമിറ്റ് ആസ് ഓൺ 1/4/2024 ഏപ്രിൽ 1, 2024 20 വയസ്സ് തികഞ്ഞിരിക്കണം. 28 വയസ്സ് തികയാൻ പാടില്ല. നിങ്ങളുടെ ഏജ് എലിജിബിലിറ്റി ആദ്യം നിങ്ങൾ ശ്രദ്ധയോടെ പരിശോധിക്കുക. 20 വയസ്സ്, 28 വയസ്സ് ആസ് ഓൺ 1/4/2024 അതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഏജ് വൈസ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. പിന്നീട് തീർച്ചയായിട്ടും ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷനുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റ് 5 ഇയേഴ്സ്, OBC 3 ഇയേഴ്സ്, എക്സ് സർവീസ്മാന് റിലാക്സേഷനുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI.co.in പോയി കഴിഞ്ഞാൽ വിശദവിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇനി അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആസ് ഓൺ 31/12/2024 അതായത് ഡിസംബർ 31 നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ എനി ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ 31/12/2024 ഇപ്പോൾ ഡിഗ്രി പ്രതീക്ഷിക്കുന്നവർക്കും 31/12 മുമ്പേ ഡിഗ്രി കിട്ടിയിരിക്കണം. ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് എലിജിബിലിറ്റി ഉണ്ട്. നിങ്ങൾ ഗ്രാജുവേറ്റ് ആയാൽ മതി. പെർസെൻറ്റേജ് മാർക്കൊന്നും പ്രശ്നമല്ല. ഇനി പരീക്ഷയെക്കുറിച്ച് പറയാം. പരീക്ഷയ്ക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രിലിമിനറി മെയിൻസുമുണ്ട്. പ്രിലിമിനറി എക്സാമിനേഷൻ 100 ചോദ്യം 100 മാർക്ക് 1 മണിക്കൂർ. ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ചോദ്യം 30 മാർക്ക്, ന്യൂമറിക്കൽ എബിലിറ്റി 35 ചോദ്യം 35 മാർക്ക്, റീസണിങ് 35 ചോദ്യം 35 മാർക്ക്. എല്ലാത്തിനും സ്പെസിഫിക് ടൈം ലിമിറ്റ് ഉണ്ട്. 20 മിനിറ്റ് സെപ്പറേറ്റ്. 60 മിനിറ്റത്തെ ഒരു പരീക്ഷയാണ്. 20 മിനിറ്റ് 20 മിനിറ്റ് 20 മിനിറ്റ് എന്നിവ ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ് എന്ന ടോപ്പിക്കുകൾക്കായിട്ടുണ്ട്. ഇതൊരു എലിമിനേഷൻ ടെസ്റ്റായിട്ട് കരുതുക. ഇതിൽ പാസ്സാവുന്നവരെ അവർ മെയിൻസിന് വിളിക്കും. മെയിൻസ് പാസ്സാകുകയാണെങ്കിൽ ജോലി, പിന്നെ ഇൻ്റർവ്യൂ ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളത് ഉപയോഗിക്കുക. ഇനി മെയിൻസ് പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻസിന് 4 ടോപ്പിക്കാണുള്ളത്. ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്. ഇതിനെല്ലാം ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ് 50 ചോദ്യം 50 മാർക്ക് 35 മിനിറ്റ്, ജനറൽ ഇംഗ്ലീഷ് 40 ചോദ്യം 40 മാർക്ക് 35 മിനിറ്റ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 ചോദ്യം 50 മാർക്ക് 45 മിനിറ്റ്, റീസണിങ് എബിലിറ്റി 50 ചോദ്യം 60 മാർക്ക് 45 മിനിറ്റ്. അപ്പോൾ ടോട്ടൽ 190 ചോദ്യങ്ങൾ 200 മാർക്ക് 2 മണിക്കൂർ 40 മിനിറ്റാണ് പരീക്ഷ. ഈ പരീക്ഷ പാസ്സായി നല്ല റാങ്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലിയായി. അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി 17/12/2024 മുതൽ 17/1/2025 വരെ.
അതായത് ഡിസംബർ 17-ാം തീയതി ഇന്നു മുതൽ 7/1/2025 ജനുവരി 7, 2025 വരെ. എപ്പോഴും ഞാൻ സൂചിപ്പിക്കാറുള്ളത് പോലെ അവസാന നിമിഷം വരെ കാത്തിരിക്കരുത്. എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ അയയ്ക്കുക. ഇഫ് യു ആർ എലിജിബിൾ എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ അയയ്ക്കുക. അവസാന നിമിഷം ഡേറ്റ കൺജഷൻ ഉണ്ടാകും. ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റിയില്ലെന്ന് വന്നേക്കാം, സമർപ്പിക്കാൻ പറ്റിയില്ലെന്ന് വന്നേക്കാം. എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക, പഠിച്ചു തുടങ്ങുക. ഞാനൊരു കാര്യം പറയട്ടെ, ഈ സമീപകാലത്തെങ്ങും 426 ക്ലറിക്കൽ വേക്കൻസി കേരളത്തിൽ ഒരു ബാങ്കിലും ഉണ്ടായിട്ടില്ല. ഇത് ഏറ്റവും വലിയ ഒരവസരമാണ്. നല്ലതുപോലെ പഠിക്കുക. ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നവർക്ക് തീർത്തും വിജയമുണ്ടാകും. അപ്പോൾ 2024 ഉള്ള വേക്കൻസികൾ 2025 ഫില്ല് ചെയ്യാൻ പോകുന്നത്. 2025 ഏപ്രിലിനുള്ളിൽ തന്നെ ഒരു ജോലി കിട്ടാനുള്ള ഈ സുവർണ അവസരം ഏവരും പ്രയോജനപ്പെടുത്തുക. നന്നായി പഠിക്കുക. ഏവർക്കും നല്ലത് വരട്ടെ.